ഹായ് ഫ്രണ്ട്സ്, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റാഗി ദോശയുടെ പ്രിപ്പറേഷനാണ്. മില്ലറ്റ് അഥവാ റാഗിയിൽ പോഷക ഗുണമേറെ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഫൈബർ. വെയ്റ്റ് കൺട്രോൾ ചെയ്യുവാനും ഡയബറ്റിസ് ലെവൽ കുറയ്ക്കുവാനും റാഗി കഴിക്കുന്നത് നല്ലതാണ്. റാഗി ദോശ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റും. ദോശമാവ് അരച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ദോശമാവ് ഉണ്ടാക്കുവാനായി 1 കപ്പ് റാഗി പൗഡർ, 1/4 കപ്പ് അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും എടുക്കുക. ദോശമാവിൽ ചേർക്കുവാനായി ഒരു ചെറിയ സവാളയും 1 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ എടുക്കുക. ബാറ്റർ തയ്യാറാക്കുവാനായി റാഗി പൗഡറും അരിപ്പൊടിയും ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. 1 കപ്പ് വെള്ളമൊഴിച്ച് ഇവയെ ആദ്യം കലക്കിയെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് എത്ര വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദോശമാവ് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ജീരകപ്പൊടിയും ചേർക്കുക. നല്ല തിക്കായിരിക്കുന്ന ഈ മാവ് 10 മിനിറ്റ് വച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉണ്ടാക്കുകയും ആവാം. ചേരുവകളെല്ലാം മിക്സ് ചെയ്ത് അല്പനേരം വച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായി ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാക്കുവാൻ. ദോശ ക്രിസ്പായിരിക്കുവാൻ അതാണ് നല്ലത്. റവ ദോശയുടെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം ലൂസായിട്ടാണ് ദോശമാവ് ഇരിക്കേണ്ടത്. ആദ്യം ഒഴിച്ച് 1 കപ്പ് കൂടാതെ 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുവാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. പാൻ നല്ലവണ്ണം ചൂടാകണം. പാനിൽ എണ്ണ തടവി ഒരു വലിയ തവിയിലോ ഇതുപോലെയുള്ള ചെറിയ കട്ടോരിയിലോ മാവെടുത്ത് ഒഴിക്കുക. പാനിൻ്റെ സൈഡിൽ നിന്നും അകത്തേക്ക് മാവ് ഒഴിക്കുക. കട്ടി കൂടാതിരിക്കുവാനായി ഒഴിച്ചതിന് പുറത്ത് ഒഴിക്കാതിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഇനി നല്ലത്. 1 സ്പൂണിൽ അല്പം എണ്ണയെടുത്ത് പുറമേ സ്പ്രെഡ് ചെയ്യുകയും ആവാം. ദോശ കുക്കാകുവാൻ 3 to 4 മിനിറ്റ്സ് എന്തായാലും എടുക്കും. ദോശയുടെ സൈഡ്സ് പാനിൽ നിന്ന് വിട്ടുവരുമ്പോൾ തിരിച്ചിടുക. തിരിച്ചിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഈ ദോശ പ്ലേറ്റിലേക്ക് മാറ്റാം. തീരെ കട്ടി കുറഞ്ഞ ദോശയാണെങ്കിൽ തിരിച്ചിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. ഈ രീതിയിൽ നമുക്ക് മറ്റു ദോശയും ഉണ്ടാക്കിയെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ ദോശ ഉണ്ടാക്കുന്ന പണി കഴിഞ്ഞു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് റാഗി ദോശ. ദോശയുടെ കൂടെ കഴിക്കുവാനായി കോറിയാണ്ടർ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലതരം ചട്നികൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.